ലോകം, പ്രത്യേകിച്ചും യുവലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്താണ് മദ്യപാനവും മയക്കുമരുന്നും. ലഹരിയുടെ മായാവലയത്തിൽപ്പെട്ട് ഇന്ന് ഈ സമൂഹം തകർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മദ്യപാനവും മയക്കുമരുന്നും കാരണം ഒരു കുടുംബത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഞാൻ ഇവിടെ ഏകാഭിനയത്തിലൂടെ കാണിച്ചു തരാൻ പോകുന്നത്. മദ്യപാനമാണടോ മനസ്സിനൊരാനന്ദം. ലക്ഷ്മി, എടി ലക്ഷ്മി. ദൈവത്തിന്റെ പേരും ഭദ്രകാളിയുടെ സ്വഭാവം കേക്കണ്ട. അയ്യോ, എന്തോ മനുഷ്യ ഇത്, രാവിലെ കള്ളും കുടിച്ച് അങ്ങ് ഇറങ്ങും. നിങ്ങളിത് കേൾക്കണം. ഒരു KCB ഉദ്യോഗസ്ഥനാ. ബില്ല് അടച്ചവരുടെയും അടയ്ക്കാത്തവരുടെയും ഒക്കെ വീട്ടിൽ കയറി ഫ്യൂസ് അങ്ങ് ഊരും. ഇതിനൊക്കെ സമാധാനം പറയേണ്ടതാരാ? ഈ വീട്ടിലിരിക്കുന്ന ഞാൻ. +2 പഠിക്കുന്ന ചെറുക്കന് ഫീസ് അടയ്ക്കണമെന്ന് പറഞ്ഞിട്ട് 2 മാസമായി. വല്ല ബോധവുമുണ്ടോ? അതിനെന്താ ഇന്ന് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അയ്യേ, ഇത് കറണ്ടിൽ കുത്തുന്ന ഫ്യൂസാ. ഞാൻ ചോദിച്ചതേ ഫീസാ. ആ ചെറുക്കന് ഫോൺ വേണമെന്ന് പറഞ്ഞ് ഭയങ്കര ബഹളാ. പുതിയ ഫോൺ ഇറങ്ങിയിട്ടുണ്ട് അത്രേ. MDMA നമ്മുടെ മാനേജറൊക്കെ ഉപയോഗിക്കുന്നതെന്നാ പറഞ്ഞത്. 10,000 രൂപയുള്ളൂ. ഞാൻ നിന്റെ കൈമ കിടക്കുന്ന വായങ്ങ് ഊരിക്കൊടുക്കുന്നേ. ചെറുക്കന്റെ ആഗ്രഹം തീരട്ടെ. അങ്ങനെ എന്റെ കൈമ കിടക്കുന്ന വളയെടുത്ത് ചെറുക്കന്റെ ആഗ്രഹം തീർക്കണ്ട. വേണമെങ്കിൽ വല്ല ലോണും എടുക്കാം. ലോണ് നീ പോയി എന്റെ മോനെ വിളിച്ചിട്ട് വാ. മോനെ എടാ കുട്ട. എന്താ അച്ഛാ, വിളിച്ചോ? നിനക്കെന്തോ ഫോൺ വേണമെന്നോ എന്തോ MDMA എന്നൊക്കെ കേട്ടു. സത്യമാണോടാ? അച്ഛാ, അത് പുതിയ ഫോണാ. 10,000 രൂപയേ ഉള്ളൂ. ഫോണ് നല്ലത് നോക്കി വാങ്ങണം. അവസാനം കീശ കടന്ന് പൊട്ടിത്തെറിക്കൊന്നും ചെയ്യരുത്. ശരി അച്ഛാ. ഹലോടാ, ഞാനിവിടെ പറഞ്ഞു ഫോണാണെന്ന്. എല്ലാരും വിശ്വസിച്ചു. അതെയോ? സത്യമായിട്ടും? നീ ആ പാർക്കിലേക്ക് ചെല്ല്. അവിടെ ഉണ്ട് കൂട്ടുകാരി. പിന്നെ ഒറ്റക്ക് കഴിക്ക് തീർക്കാന്ന് വിചാരിക്കണ്ട. അവന്മാർക്കും കൂടിയും കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം നമുക്കും അവന്മാർ തന്നതാ. ശരിടാ. ഹലോ, ഇത് ഓമനക്കുട്ടനല്ലേ? ഇത് പോലീസ് സ്റ്റേഷനിൽ നിന്നായിരുന്നു. അതിന് സോറി, ഞാൻ അവിടുത്തെ ഫ്യൂസ് ഒന്നും ഊരിയില്ലല്ലോ. സത്യമായിട്ടും താങ്കളൊന്നും ചെയ്തില്ലല്ലോ. താങ്കളുടെ മകനല്ലേ കാർത്തിക് ഇവിടെ MDMA ആയി കസ്റ്റഡിയിലുണ്ട്. ഹലോ സാറേ. ഹലോ മെമ്പറേ. MDMA ഫോൺ വാങ്ങാൻ പോയ എന്റെ കൊച്ചിന് പോലീസ് നോക്കി. മെമ്പറേ. ഒരു കയ്യബദ്ധ. വീട് എന്തോടത്ത് കക്കൂസ് ചെയ്ത് പോയി. ചീത്ത പറയല്ലേ. ഞാൻ 10 മിനിറ്റ് കൊണ്ട് വിളിക്കാം. എന്താ അമ്മനെക്കുട്ട പ്രശ്നം? MDMA ഫോൺ വാങ്ങാൻ പോയ എന്റെ കൊച്ചിനെ പോലീസ് നോക്കി. എന്താ അമ്മനെക്കുട്ട പറയുന്നത്? MDMA ഫോണാണെന്നോ? അത് കഞ്ചാവ് പോലെയുള്ള ഒരു മയക്കുമരുന്നാ. ഇതുപോലെ സ്കൂളുകളിലും കോളേജുകളിലും ഗുളികകളുടെയും മുട്ടായികളുടെയും രൂപത്തിൽ അത് പ്രത്യക്ഷപ്പെടും. എന്തായാലും വാ അമ്മനെക്കുട്ട, നമുക്ക് പോലീസ് സ്റ്റേഷനിൽ പോവാം. ഹലോ സാറേ, ഇതാണ് കാർത്തിക്കിന്റെ അച്ഛനും അമ്മയും. സത്യമായിട്ട് എന്താ സാറേ സംഭവിച്ചത്? ഇതാരത് മെമ്പറോ? സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കൊരു ഇൻഫർമേഷൻ കിട്ടി. അത് കേട്ട് ചെന്നതാ. അപ്പളാ ഉമ്മമാരെ പക്കിയത്. രാവിലെ ഫോൺ വാങ്ങാന്ന് പറഞ്ഞിട്ടാ അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. കണ്ടില്ലടാ നിന്റെ അമ്മ ഇരുന്ന് കരയുന്നേ. നീ ഞങ്ങളെ കുറിച്ച് ഓർത്തോ? ഒറ്റ മോനല്ലടാ. അച്ഛൻ എല്ലാ ദിവസവും കുടിച്ചിട്ടല്ലേ വരല്. പിന്നെ എനിക്കെന്താ ചെയ്ത? ബെസ്റ്റ്. അച്ഛനിങ്ങനെയാ, പിന്നെ എങ്ങനെ മോൻ നന്നാവുക? എന്തായാലും നമുക്ക് ഇവനെ ഡി-അഡിക്ഷൻ സെന്ററിൽ കൊണ്ടുവിടാം. സ്റ്റാർട്ടിംഗ് സ്റ്റേജ് ആയതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടാവില്ല. കേട്ടില്ലേ ലക്ഷ്മി, ഞങ്ങളെ പോലെയുള്ള
ജീവനക്കാരുടെ സഹായം കൊണ്ട് ഇവനെ നന്നാക്കാവുന്നതേ ഉള്ളൂ. ഇതുപോലെ സോഷ്യൽ മീഡിയയിൽ നിന്നും സ്കൂളുകളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഒരുപാട് കുട്ടികളുടെ ഭാവി തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒറ്റക്കെട്ടായി പോരാടാം. സേ നോ ടു ഡ്രഗ്സ്. നന്ദി.